ഹലോ ഗൈസ്, നമ്മളിപ്പം ഈ ആഴ്ചത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ആഴ്ചത്തെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ കൂടെ 2 പേരും കൂടെ ഉണ്ട്. അവരെപ്പം കാണിച്ചു തരാം. അവരോട് വന്നിപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ ആഴ്ചത്തെ വീഡിയോയ്ക്കകത്ത് 2 പേരോടെ വരുന്നുണ്ട്. അമ്മമാർ 2 പേരാണ് കണ്ടിരിക്കുന്നത്. ഈ പ്രോ റൈഡർമാരാണെന്ന് തോന്നുന്നു കേട്ടോ. അമ്മമാർ 2 പേരുമാണ് ഈ ആഴ്ച നമ്മുടെ വീഡിയോയ്ക്കകത്തുള്ളത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പെട്രോളിങ് ഇറങ്ങി. ഇതെല്ലാം വീഡിയോക്ക് തരുമല്ലോ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് വീഡിയോ. നീ പറയുന്ന പിള്ളേരെല്ലാം ട്രിപ്പിംഗ് മൂഡിലാണ്. 1 2 ഹലോ ഗെയ്സ്, ഞങ്ങളിപ്പം ഈ ഞായറാഴ്ചത്തെ യാത്ര തുടങ്ങുകയാണ്. ഞങ്ങളുടെ കൂടെ ഇന്ന് 2 പേരും കൂടെ ഉണ്ട്. അവർ 2 പേരാണ് ഫ്രണ്ടിൽ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ പോകുന്നിടത്തൊക്കെ കറക്റ്റ് ചെല്ലുമെന്ന് ചോദിച്ചില്ല, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. വഴിയൊക്കെ തെറ്റി പോകും. വഴി തെറ്റി അങ്ങോട്ട് തിരിച്ചു വരുമായിരുന്നു. വഴി ചെറുതായിട്ട് അങ്ങോട്ടൊന്ന് മാറി. മരം കാണുന്നില്ല ഗെയ്സ്, മരം കാണുന്നില്ല. വരുന്നുണ്ട് 2 പേരും വരുന്നുണ്ട്. മാർക്ക് 2 പേർക്കും കോട്ട് വാങ്ങിയില്ലേ, ശരിയാവില്ല. നോക്കാൻ പോയിട്ട് വരിക. ഒറ്റം പറ 2 കോടി ഇടയ്ക്ക് എവിടെ വാങ്ങി നോക്കാൻ പോയി. ഹായ് ഗൈസ്, നമ്മൾ വെള്ളം ചാടുന്ന കണ്ടുകൊണ്ട് നടത്തിയില്ല. 6 തോന്നുന്നു കണ്ടിട്ട്. കറക്റ്റ് അറിഞ്ഞൂടെ 6 തോന്നുന്നു. പക്ഷെ ആ വേസ്റ്റ് കിടക്കുന്നുണ്ടോ? കറക്റ്റ് സൈഡിൽ മാത്രമൊക്കെ വേസ്റ്റ് കിടക്കുന്നുണ്ടോ? ആറാട്ടൊക്കെ ഇട്ട കുക്കിങ് ഗ്ലാസ് ഒക്കെ അതൊക്കെ അവിടെ കെട്ടി കിടക്കണം, അത്രയുടെ മാത്രമായിട്ട്. നല്ല രസമുണ്ട്. അവിടെ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ രസമുണ്ട് കാണാൻ. വെള്ളം കെട്ടിയിട്ടിരിക്കുന്നു അവിടത്തെ അല്ലേ? മറ്റേ ബണ്ട് കെട്ടിയിട്ടല്ലേ? 6 പിന്നെ അടിപതറും. ആ വഴി വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് വേറെ വഴി വിടുന്നു. ആ വഴി ക്ലോസാണ്. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു വഴി കയറി പൊക്കോണ്ടിരിക്കും. അങ്ങനെ നമ്മളെ കാഞ്ഞിരപ്പള്ളി എത്തി. മോന്ത കാണിക്കത്തില്ലെന്നാ പറഞ്ഞു. ഇവന്മാര് മോന്ത കാണിക്കാൻ എവിടെ പോകാനാ? ചായ കുടിക്കാൻ തള്ളമാര് മോന്ത കാണിച്ചല്ലേ വരത്തുള്ളൂ. 28 കിലോമീറ്റർ. നീ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ എന്നിട്ട് ഇറങ്ങി? 70 കിലോമീറ്റർ. ഇപ്പം തന്നെ 70 കിലോമീറ്റർ ഓടി വണ്ടി. എന്നിട്ട് പിന്നാൻ പറയും 70 കിലോമീറ്റർ എന്നല്ലേ? 28 കിലോമീറ്റർ. വണ്ടി നോക്കി ചാടണേ, ചാടില്ലേ അല്ലാതെ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ചെലവാണ് അണ്ണാ ഒരു 4 ചായ. നമ്മളങ്ങനെ ഈരാട്ടുപേട്ട എത്തി. കുറവാന്ന് തോന്നുന്നല്ലേ? കുറവാന്ന്, ദൂരം കുറവാന്ന് തോന്നുന്നു ഈ റൂട്ട്. കുറവാന്ന് തോന്നുന്നു.
പിന്നെയും ക്ലിയർ ആക്കി. എവിടെ പോയാലും ഞങ്ങളുടെ പരിപാടി തന്നെ, വഴി തെറ്റി. പിന്നെ ഈ വഴിയൊക്കെ കണ്ടിട്ട് വഴി തെറ്റിയാൻ തോന്നുന്നുണ്ട് ഇവിടെ ഇല്ലല്ലോ. വഴി കാണത്തില്ലാരി കൊച്ചു വഴിയാ, അതുകൊണ്ട് ചോദിച്ചാ ഒരു മാപ്പം പറ്റി ചതിക്കില്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അപ്പുറത്തൊക്കെ കയറി പോകുന്നു. കണ്ണുണ്ടോ ആ വീട്ടിൽ? കണ്ണാ വീട്ടിൽ അവിടെ വഴി തെറ്റിന്ന് തോന്നുറാ. വഴി തെറ്റി എന്തോരം മാങ്ങ, ഇത് മാങ്ങയല്ലേ കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വഴി തെറ്റി കേസ്. ഇതെന്തോടാ മാങ്ങാനല്ലോ ഇത്? ആണോ? ഒത്തിരി കിടപ്പുണ്ട്. ഏതാ പിന്നെയും വഴി തെറ്റി. കണ്ണൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ആ വീട്ടിൽ കയറി ചേച്ചേ ഒരു പ്ലേറ്റ് ചോറുതായോ എന്ന് പറയാൻ ഞാൻ വിചാരിച്ചു. എഴുതി വെച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ കറക്റ്റായ വഴി കൂടെയാണ് പോകുന്നത്. പക്ഷേ ഈ കൊച്ചു വഴിയാണ്. ഈ വഴിയൊക്കെ പോയിട്ട് ഈ കാറിലൊക്കെ പോയിട്ട് എനിക്ക് ഒരു കാർ കയറി ഒരു കാർ ഇറങ്ങി വരുവാണെങ്കിൽ എന്തെടുക്കും? ഇതെന്തോട് ഇത്ര വള്ളി കിടക്കുന്നത്? പൈപ്പൊന്നും ഇത്രയും പൈപ്പൊക്കെ ഇവിടെ. നമ്മൾ നല്ല റോഡിൽ വന്ന് കയറി കേസ്. അതുകൊണ്ട് നീ പറയുന്ന ഇച്ചിരി ഉറക്കെ പറയണമെന്ന് പറഞ്ഞ. ഓക്കെ. ചെറിയ തണുപ്പോ? അപ്പൊ നിനക്ക് തണുക്കുന്നില്ലല്ലേ? അപ്പൊ ഇച്ചിരി കഴിയുമ്പോൾ നല്ല തണുപ്പോ? അങ്ങനെ ശരിയാവും. അത് ശരിയാണല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇങ്ങനെ വീട്ടിലൊക്കെ വേണ്ടി കൈവൊക്കെ പിടിച്ചോണ്ടിരിക്കുകയല്ലേ? അപ്പൊ നിന്റെ കയ്യിലും നടപ്പിടിക്കുമല്ലോ. മൊത്തം മുളക് സ്റ്റാൻഡ് എടുക്കാൻ മറന്നുപോയി. മുട്ടേ സ്റ്റാൻഡ് നമുക്ക് അടുത്ത പറയുന്ന സ്റ്റാൻഡിൽ കൊണ്ട് പുതിയ സ്റ്റാൻഡ് മേടിക്കാം. മറ്റേ സ്റ്റാൻഡ് നമ്മുടെ വീഡിയോ പോയി അതിന് പോയി എന്ന് വെച്ചാൽ മറ്റേ നമ്മൾ വീഡിയോ ഒക്കെ പോയപ്പോൾ സ്റ്റാൻഡ് പൊട്ടി പോയി. വാങ്ങാൻ സ്റ്റാൻഡ് ഇതാ ഏകദേശം അടുക്കാറായി. പൊക്കോണ്ടിരിക്കുന്നു. മക്കളെ KSRTC ഒക്കെ കിടപ്പുണ്ട്. ആനവണ്ടി ഇങ്ങോട്ട് ആനവണ്ടിയുടെ സർവീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. KSRTC സർവീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങോട്ട്. വേറെ റോട്ടേക്ക് ഞാൻ കയറുമല്ലോ. പാറ മണ്ടൊക്കെ നടന്നു കയറിയാലോ. നമ്മളങ്ങനെ ഓഫ് റോഡ് എത്തിയിരിക്കുന്നു. എൻ്റെ പൊന്നെ കേസ്, എൻ്റെ വണ്ടിയുടെ സ്റ്റാൻഡ് ഇടിച്ച് കയറുന്നു കേസ്. അത് കുറച്ച് ഇറങ്ങി പോട്ടാ. അത് കുറച്ച് ഇറങ്ങി പോട്ട്. അയ്യോ എനിക്കറിഞ്ഞു മാങ്ങയായിരുന്നു. അത് മാങ്ങയല്ല. പറക്കി കൊണ്ട് വല്ല വിഷക്കായ് വേണം. അങ്ങനല്ല, വല്ല വിഷക്കായും പറക്കി തിന്നിട്ട് ഒരേ പദം വന്ന് ഇവിടെ കിടക്കത്തേ ഉള്ളൂ. ഞങ്ങളുടെ വാട്ടിൽ ഉള്ള കാര്യം പറയുന്നുണ്ട്. അത് പറഞ്ഞു മാങ്ങയാണെന്നൊക്കെ തിന്നു നോക്കിയിട്ടൊക്കെ വേണം തിന്നാൻ. ജയ്സ വാടാവുന്നു. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എന്തിനു അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇതൊക്കെ എന്താണ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇട്ടേക്കുന്നത്? അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്.
പ്രോപ്പർട്ടി ആയിരിക്കും അത്. ഏത് അങ്ങോട്ടുള്ളത് പ്രൈവറ്റ് പ്രോപ്പർട്ടി? ഓടി ചോദിച്ചു നോക്കാം, നടന്ന് കയറി പോകണം. ഓടി ചോദിച്ചു നോക്കാം. ബൈക്ക് കയറ്റി വിടുമെങ്കിൽ നമ്മൾ കയറി പോകും. എയർപോർട്ട് വണ്ടി കയറ്റി വിടുമോ? അത് എങ്ങോട്ട് പോകുന്ന റൂട്ടാണ്? അല്ല നേരെ കയറിട്ടെ മറ്റേ ഇതില്ലേ ഇതിന്റെ മറ്റേ സിനിമയ്ക്കൊക്കെ കാണിക്കുന്നു. ഓക്കെ അല്ല റോബിനല്ല സൗബിനല്ലേ പിന്നെ അത് കുഴപ്പമില്ല, ബൈക്ക് കയറ്റി വിടുന്ന പോകുന്ന വഴി അമ്മമാരെ കയറ്റി വിടാൻ സമ്മതിക്കത്തില്ല. ഇവിടുന്ന് മേപ്പോട്ട് കയറുന്ന കാര്യം പറഞ്ഞു. അവിടുന്ന് മേപ്പോട്ട് കയറിപ്പോൻ വഴിയില്ലേ? തിരിച്ചു കയറി പോകുന്ന കാര്യം. ആ ജീപ്പിന്റെ പുറകെ കയറണം, എല്ലാം കയറി പോവാം. അല്ല ജീപ്പിന്റെ പുറകെ കയറിപ്പോ മറ്റേ വണ്ടികൾ അവിടെ ചവിട്ടി കിട്ടും, നമുക്ക് കയറിപ്പോകാൻ എളുപ്പം. ഓ മനസ്സിലായോ? മനസ്സിലായി. അല്ലെങ്കിൽ റൂട്ട് മാറിപ്പോയി വെച്ചാരേ. എന്തോടി ഫ്രണ്ടൊക്കെ പൊങ്ങി എന്നതിലൂടെ കയറുന്നത്? ഡിസൈനോ? ഉറപ്പായിട്ടും ഉണ്ടോ? എന്തിയോടാ എനിക്കറിയത്തില്ല എന്തുവാണ്. ഞാൻ പിന്നെ അവിടെ ഇതിനകത്ത് കയറിയെന്നല്ല ഇവിടെ നമ്മൾ എടുക്കുന്നതായിരുന്നു അല്ലേ? തണുത്ത കാറ്റടിക്കുന്ന കണ്ണ തണുത്ത കാറ്റടിക്കുന്നു, കുളിരടിക്കുന്നു കണ്ണന്. 1200 ഡെയിലി ശമ്പളക്കാരന്. 1000 രൂപ ഉള്ളൂ. 1000 രൂപ ഡെയിലി ശമ്പളക്കാരന്. ഈ ഡിസ്പ്ലേ ഈ ക്യാമറ ഒന്ന് മാറ്റാൻ അവന്റെ കാശില്ലെന്ന്. കാശില്ലല്ലോ? നിന്റെ കാശുണ്ടോ?